PCC അധ്യക്ഷൻ അരവിന്ദ് സിംഗ് ലവ്ലി രാജിവെച്ചതിന് പിന്നാലെ ഡൽഹിയിൽ കോൺഗ്രസിന് വീണ്ടും കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് മുതിർന്ന നേതാക്കളുടെ രാജി. മുൻ MLA മാർ കൂടിയായ നീരജ് ബസോയും നസീബ് സിംഗുമാണ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം രാജിവെച്ചത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് കത്ത് അയച്ചുകൊണ്ടാണ് രണ്ട് നേതാക്കളും തങ്ങളുടെ രാജി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഡൽഹിയിൽ ഉൾപ്പെടെ രൂപീകരിച്ച കോൺഗ്രസ് AAP സഖ്യത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് തങ്ങൾ രാജിവെച്ചതെന്നാണ് നേതാക്കൾ AICC അധ്യക്ഷനയച്ച കത്തിൽ പറയുന്നത്. പ്രസ്തുത സഖ്യം ഡൽഹി കോൺഗ്രസ് പ്രവർത്തകർക്ക് അനുദിനം വലിയ അപകീർത്തിയും നാണക്കേടും ഉണ്ടാക്കുന്നുവെന്നും ആത്മാഭിമാനമുള്ള പാർട്ടി നേതാവെന്ന നിലയിൽ എനിക്ക് തുടർന്നും ഇവിടെ തുടരാൻ കഴിയില്ലെന്ന് ഞാൻ വിനയപൂർവ്വം സമർപ്പിക്കുന്നു, AICC അധ്യക്ഷനയച്ച കത്തിൽ ബസോയ പറയുന്നു. ആം ആദ്മി പാർട്ടിയുമായുള്ള സഖ്യത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു PCC അധ്യക്ഷൻ അരവിന്ദ് സിംഗ് ലവ്ലി കഴിഞ്ഞ ദിവസം രാജിവെച്ചത്. ലവ്ലി രാജിവെച്ചതോടെ കോൺഗ്രസ് ഡൽഹി ഘടകത്തിൻ്റെ ഇടക്കാല പ്രസിഡന്റായി മുൻ MLA ദേവേന്ദർ യാദവിനെ ചൊവ്വാഴ്ച നിയമിച്ചിരുന്നു. 2008-ലും 2013-ലും ഡൽഹിയിലെ ബദ്രി നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിക്കുകയും 2015-ൽ ആം ആദ്മി പാർട്ടിയുടെ അജേഷ് യാദവിനോട് പരാജയപ്പെട്ട ദേവേന്ദർ യാദവ് നിലവിൽ പഞ്ചാബിൻ്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയാണ്. ഡൽഹി കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഒഴിയാനുള്ള തൻ്റെ തീരുമാനത്തിൻ്റെ 11 കാരണങ്ങളിൽ രണ്ടാമത്തെ കാരണമായി ലവ്ലി ചൂണ്ടിക്കാട്ടിയത് AAP-യുമായുള്ള സഖ്യമായിരുന്നു. കോൺഗ്രസ് പാർട്ടിക്കെതിരെ വ്യാജവും കെട്ടിച്ചമച്ചതും ദുഷിച്ചതുമായ അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ച ഒരു പാർട്ടിയുമായുള്ള സഖ്യത്തിന് ഡൽഹി കോൺഗ്രസ് യൂണിറ്റ് എതിരായിരുന്നു. എന്നിട്ടും ഡൽഹിയിൽ AAP-യുമായി സഖ്യമുണ്ടാക്കാൻ പാർട്ടി തീരുമാനിച്ചു, ലവ്ലി കത്തിൽ കുറിച്ചു. പാർട്ടിയുടെ അന്തിമ തീരുമാനത്തെ ഞങ്ങൾ മാനിച്ചു. ഞാൻ തീരുമാനത്തെ പരസ്യമായി പിന്താങ്ങുക മാത്രമല്ല, ഹൈക്കമാൻഡിൻ്റെ അന്തിമ ഉത്തരവിനെ അനുസൃതമായി സംസ്ഥാന ഘടകം പൂർണ്ണമായി നിലകൊള്ളുന്നുവെന്ന് ഉറപ്പാക്കുകയും ചെയ്തു. AICC ജനറൽ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം ഞാൻ സുഭാഷ് ചോപ്രയ്ക്കും സന്ദീപ് ദീക്ഷിത്തിനുമൊപ്പം കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത രാത്രിയിൽ അദ്ദേഹത്തിൻ്റെ വസതി സന്ദർശിക്കാൻ പോലും പോയി എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. 2014 മുതൽ രാജ്യതലസ്ഥാനത്തെ 7 പാർലമെൻറ്റ് സീറ്റുകളും നേടുന്ന ഭാരതീയ ജനതാ പാർട്ടിയെ നേരിടാൻ ശ്രമിക്കുന്ന കോൺഗ്രസിനും AAP കോൺഗ്രസ് സഖ്യത്തിനും ലവ്ലിയുടെ രാജി കനത്ത തിരിച്ചടിയായിരുന്നു. ഇതിന് പിന്നാലെയാണ് 2 മുൻ MLA-മാർ കൂടി രാജിവെക്കുന്നത്. ന്യൂസ് ഡെസ്ക് 1 ഇന്ത്യ മലയാളം.